ആർ ശങ്കറെ കാവ്യ പുതപ്പിച്ച് മോദി. ആർ ശങ്കർ സംഘപരിവാറുമായി അടുത്ത ബന്ധം പുലർത്തിയ ഹിന്ദു നേതാവെന്ന് ശങ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തുകൊണ്ട് മോദി നടത്തിയ പ്രസംഗം വിവാദമാകുന്നു. വിവാദങ്ങൾക്കിടെ ചടങ്ങിൽ നിന്നും ഒഴിവാക്കിയതിനാൽ മുഖ്യമന്ത്രി പങ്കെടുത്തില്ല. ജനപ്രതിനിധികളും ചടങ്ങ് ബഹിഷ്കരിച്ചു. അതിനിടെ KPCCയുടെ നേതൃത്വത്തിൽ സമാന്തര പ്രാർത്ഥനായോഗം തിരുവനന്തപുരത്ത് നടന്നു. വെള്ളാപ്പള്ളിയോട് അടുപ്പമുള്ള മന്ത്രിമാർ അടക്കമുള്ള ചില പ്രമുഖർ തലസ്ഥാനത്തുണ്ടായിട്ടും ചടങ്ങിൽ പങ്കെടുക്കാത്തതും ചർച്ചയായിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കിയ വിവാദങ്ങൾക്കിടയിൽ ആർ ശങ്കറിന്റെ പൂർണ്ണകായ പ്രതിമ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാവരണം ചെയ്തു. മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും രൂപീകരിച്ച പ്രജാമണ്ഡലത്തെ ഓർമ്മിപ്പിച്ചും ജനസംഘത്തിന്റെ നേതാവ് ശ്യാമപ്രസാദ് മുഖർജിയുമായി ആർ ശങ്കറിനുണ്ടായിരുന്ന ബന്ധം അനുസ്മരിച്ചുകൊണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം. ആർ ശങ്കർ സംഘപരിവാറുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഹിന്ദു നേതാവാണെന്നും മോദി പറഞ്ഞു. समारोह में उन्होंने श्यामा प्रसाद मुखर्जी को निमंत्रित किया था। श्यामा प्रसाद मुखर्जी जिन्होंने जनसंघ की स्थापना की और जिसमें से बाद में भारतीय जनता पार्टी बनी और जिस भारतीय जनता पार्टी का मैं कार्यकर्ता होने का गर्व अनुभव करता हूं, उन श्यामा प्रसाद मुखर्जी को आर शंकर जी ने यहां के समारोह के लिए निमंत्रित किया था. പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ പ്രസംഗത്തിന്റെ രണ്ടാം പാതി. ശങ്കറിന്റെ പ്രതിമ അനാവരണം ചെയ്യാൻ അവസരം നൽകിയതിൽ SNDPയോട് നന്ദി പറഞ്ഞാണ് മോദി വാക്കുകൾ അവസാനിപ്പിച്ചത്. എന്നാൽ പ്രതിമാ അനാച്ഛാദനവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ വിഷമമുണ്ടാക്കിയെന്ന് ആർ ശങ്കറിന്റെ മകൻ മോഹൻ ശങ്കർ പറഞ്ഞു. ശങ്കറിന്റെ കുടുംബാംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തില്ല. ഒന്നാമത് 100% ഒരു ഗാന്ധിയനായിരുന്ന ആർ ശങ്കർ ഒരു കാരണവശാലും RSSന്റെ പ്രവർത്തകനായി പോയില്ല എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായിട്ടും വിഷമമുണ്ട്. ആർ ശങ്കറിനെ ഏറ്റെടുക്കാൻ BJP നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ KPCC കൊല്ലത്തും തിരുവനന്തപുരത്തും ശങ്കറിന്റെ പ്രതിമയ്ക്ക് മുന്നിൽ പ്രാർത്ഥനാ സംഗമം നടത്തി. മോദി ചരിത്രത്തെയും ആർ ശങ്കറിന്റെ രാഷ്ട്രീയ പൈതൃകത്തെയും വളച്ചൊടിച്ചെന്ന് ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്കിൽ പ്രതികരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. ആർ ശങ്കർ ശ്യാമപ്രസാദ് മുഖർജി കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞ വിവരങ്ങൾ അർദ്ധസത്യമാണെന്ന് ആർ ശങ്കറിന്റെ മകൻ മോഹൻ ശങ്കർ പറഞ്ഞു. മോദിയുടെ പ്രസ്താവനയ്ക്ക് ചരിത്ര സാക്ഷ്യമില്ല. ചരിത്രപരമായ തെളിവുകൾ മോദി വ്യക്തമാക്കണമായിരുന്നു. ചരിത്ര വസ്തുതകൾ നോക്കിയാൽ മോദിയുടെ നിലപാടിന് തെളിവില്ലെന്നും മോഹൻ ശങ്കർ പീപ്പിളിന്റെ ന്യൂസ് ആൻഡ് വ്യൂസിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു. ആർ ശങ്കറിന്റെ ഈ സമുദായത്തിന് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് ഒരു സമുദായത്തിന് വേണ്ടി മാത്രമല്ല അദ്ദേഹം നിന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പിന്നീട് ഒരു സമുദായം അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് പ്രത്യേകതയുണ്ട്. പിന്നെ കേരളത്തിൽ തിരുവിതാംകൂറിൽ ഒരിടത്ത് നിന്നാലും ആർ ശങ്കർ ജയിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് കണ്ണൂർ പോയി നിന്ന് ജയിച്ചതെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ രാഷ്ട്രീയമായി ഓരോരുത്തരുടെയും അവരവരുടെ താല്പര്യങ്ങളനുസരിച്ച് വളച്ചൊടിക്കുന്നു. അത് ശ്രീ മോഡിയും അത് തന്നെയാണ് ചെയ്തത്. ശ്രീ മോഡി ചെയ്തത് ശ്രീ ആർ ശങ്കറിനെ BJP-കാരനാക്കാൻ വേണ്ടി, ആർ ശങ്കറിനെ സംഘപരിവാറിന്റെ ആളാക്കുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. ആ ശ്രമത്തിൽ അദ്ദേഹം വിജയിക്കില്ല എന്ന് പൂർണ്ണമായി എനിക്ക് വിശ്വാസമുണ്ട്. കേരള ജനത ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യില്ല. ആർ ശങ്കറിന് നല്ലതുപോലെ അറിയാവുന്ന ഒരു കേരള ജനത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശിവഗിരിയിലെത്തി ദൈവദശകം രചനയുടെ ശതാബ്ദി ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ഗുരുദേവ സമാധിയിൽ പുഷ്പാർച്ചന നടത്തി. സമൂഹത്തിലെ തിന്മകൾക്കെതിരെ ജനിച്ചയാളാണ് ഗുരുദേവനെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി INS വിക്രമാദിത്യയിലെത്തിയ സംയുക്ത സൈനിക മേധാവികളുമായി ചർച്ച നടത്തി. പാകിസ്ഥാനുമായി സമാധാനപരമായ ബന്ധത്തിന് ശ്രമമെന്ന് മോദി പറഞ്ഞു. അതിർത്തി മേഖലയിൽ സുസ്ഥിരതയ്ക്ക് ശ്രമിക്കുമെന്നും പ്രധാനമന്ത്രി പ്രതിരോധ യോഗത്തിൽ പറഞ്ഞു. കൊച്ചിയിലെ പുറംകടലിൽ ഇന്ത്യൻ പടക്കപ്പൽ INS വിക്രമാദിത്യയിൽ വെച്ചാണ് രാജ്യത്തെ കര, നാവിക, വ്യോമസേനയിലെ ഉന്നതന്മാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തത്. കേന്ദ്ര പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. പ്രതിരോധ നയങ്ങളിൽ കാലോചിതമായ മാറ്റം വേണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പരിഷ്കൃത രാജ്യങ്ങൾ പോലും സേനയുടെ എണ്ണം കുറയ്ക്കുകയാണ്. നാം ശ്രമിക്കുന്നത് സേനയുടെ അംഗബലം വർദ്ധിപ്പിക്കാനും. സേനയിലെ ആധുനികവൽക്കരണവും അംഗബലം വർദ്ധിപ്പിക്കലും ഒരേ സമയം നടത്താൻ ശ്രമിക്കുന്നത് പ്രയാസകരമാണ്. സേനയെ ഡിജിറ്റൽ വൽക്കരിക്കുകയും അതിലൂടെ സേനയുടെ എണ്ണം കുറയ്ക്കുകയുമാണ് വേണ്ടത്. കൂടുതൽ സാങ്കേതിക മികവ് സേനയ്ക്ക് ആവശ്യമാണെന്നും മോദി പറഞ്ഞു. പാകിസ്ഥാനുമായുള്ള സമാധാന ചർച്ചകൾക്ക് മുൻതൂക്കം നൽകും. ഇതിനായി NSA തലത്തിലുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഭീകരതയ്ക്കെതിരായ നിലപാടിൽ അയവ് വരുത്തുന്നു എന്ന് ഇതിനർത്ഥമില്ലെന്നും മോദി പറഞ്ഞു. റഷ്യ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള സൗഹൃദം ഇന്ത്യയുടെ പ്രതിരോധ ശക്തിയെ ശക്തമാക്കാൻ ഗുണകരമായവയാണ്. അതിർത്തിയിൽ സമാധാനമാണ് നാം ആഗ്രഹിക്കുന്നതെന്നും പരസ്പര സഹകരണത്തോടുള്ള നീക്കമാണ് ചൈനയിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കരയിലും കടലിലും ആകാശത്തുമായി പുതിയതും പഴയതുമായ നിരവധി പ്രതിസന്ധികളാണ് രാജ്യം അഭിമുഖീകരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞെങ്കിലും സൈന്യത്തിന്റെ അഭ്യാസ പ്രകടനം രാജ്യത്തിന്റെ പ്രതിരോധ ശക്തിയുടെ നേർക്കാഴ്ചയായി.
30-ലധികം പടക്കപ്പലുകൾ, വിരാട്, വിക്രമാദിത്യ തുടങ്ങി നിരവധി വിമാനവാഹിനി കപ്പലുകൾ, 5 അന്തർവാഹിനികൾ, 60ഓളം പോർ വിമാനങ്ങൾ, MiG-29K തുടങ്ങിയ ഫൈറ്ററുകൾ, ഹെലികോപ്റ്ററുകൾ, മിസൈൽ ബോട്ടുകൾ തുടങ്ങി വിവിധ സേനാംഗങ്ങളും പ്രധാനമന്ത്രിക്ക് മുന്നിൽ നടന്ന സൈനിക പ്രകടനത്തിൽ പങ്കെടുത്തു. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. 2 ദിവസത്തെ കേരള സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലിയിലേക്ക് മടങ്ങി. കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങളെല്ലാം മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. കൊല്ലത്തെ പരിപാടിയിൽ നിന്നും തന്നെ ഒഴിവാക്കിയതിലുള്ള അതൃപ്തി പ്രധാനമന്ത്രി ദില്ലിയിലെത്തിയ ശേഷം നാളെ അറിയിക്കുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. സോളാർ കമ്മീഷന് ഹൈക്കോടതിയുടെ വിമർശനം. CD പിടിച്ചെടുക്കാനായി ബിജു രാധാകൃഷ്ണനെ കോയമ്പത്തൂർക്ക് കൊണ്ടുപോയ കമ്മീഷന്റെ നടപടി നിയമപരമല്ലെന്ന് കോടതി പറഞ്ഞു. സെഷൻസ് കോടതിയുടെ അനുമതിയില്ലാതെ പ്രതിയെ കൊണ്ടുപോയ നടപടി ന്യായീകരിക്കാനാവില്ലെന്ന് ജസ്റ്റിസ് കമാൽ പാഷ വ്യക്തമാക്കി. മറ്റൊരു കേസ് പരിഗണിക്കവെയാണ് ജസ്റ്റിസ് കമാൽ പാഷ സോളാർ കമ്മീഷനെതിരെ വാക്കാൽ പരാമർശങ്ങൾ നടത്തിയത്. CD പിടിച്ചെടുക്കാനായി ബിജുവിനെ കോയമ്പത്തൂർക്ക് കൊണ്ടുപോയ നടപടി നിയമപരമല്ലെന്ന് കോടതി പറഞ്ഞു. മാത്രവുമല്ല, സെഷൻസ് കോടതിയുടെ അനുമതി കൂടാതെയാണ് ബിജുവിനെ CD പിടിച്ചെടുക്കാനായി കൊണ്ടുപോയത്. ഈ നടപടി ന്യായീകരിക്കാനാവില്ലെന്നും കോടതി പറഞ്ഞു. ഇക്കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി സ്വീകരിച്ച നിലപാടിനെ കോടതി പിന്തുണച്ചു. രമേശ് ചെന്നിത്തലയുടെ പേരെടുത്ത് പറയാതെയായിരുന്നു പരാമർശം. ഒരു മന്ത്രിയുടെ നിലപാട് വിമർശനങ്ങൾക്കിടയാക്കിയെന്ന് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു. ഈ മന്ത്രിയുടെ നിലപാടിൽ എന്താണ് തെറ്റെന്ന് കോടതി ചോദിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മതിയായ സുരക്ഷയോടെയാണ് ബിജു രാധാകൃഷ്ണനെ തെളിവെടുപ്പിന് കൊണ്ടുപോയതെന്ന് സോളാർ കമ്മീഷൻ. KSRTC ബസ്സിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം ബിജുവിനെ കൊണ്ടുപോകുമ്പോഴില്ലാത്ത വേവലാതി ഇപ്പോൾ എന്തിനു പ്രകടിപ്പിക്കുന്നുവെന്നും കമ്മീഷൻ വിമർശിച്ചു. ബിജുവിനെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് സെഷൻസ് ജഡ്ജിയെ അറിയിച്ചിരുന്നെങ്കിൽ തെളിവെടുപ്പിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുമായിരുന്നുവെന്നും ഹൈക്കോടതി പരാമർശത്തിന് മറുപടിയായി കമ്മീഷൻ പറഞ്ഞു. അതേസമയം നാടകീയ സംഭവത്തെ തുടർന്ന് സരിതയെ വിസ്തരിക്കുന്നത് നാളത്തേക്ക് മാറ്റി. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഓഫീസിൽ CBI റെയ്ഡ്. ഓഫീസ് CBI സംഘം സീൽ ചെയ്തു. നരേന്ദ്രമോദി രാഷ്ട്രീയ ഭീരുത്വം കാട്ടുകയാണെന്ന് കെജ്രിവാൾ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ റെയ്ഡ് നടത്തിയതിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധമുയർന്നു. അതേസമയം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിലാണ് റെയ്ഡ് നടത്തിയതെന്നും സെക്രട്ടറിയുടെ വസതിയിൽ നിന്ന് 3 ലക്ഷം രൂപയുടെ വിദേശ കറൻസി കണ്ടെത്തിയെന്നും CBI വ്യക്തമാക്കി. ശബരിമല സന്നിധാനത്തെ ആരാധനാലയങ്ങളിൽ ഒന്നാണ് മണിമണ്ഡപം. അവതാര ലക്ഷ്യം പൂർത്തിയാക്കിയ സ്വാമി അയ്യപ്പൻ ആദ്യം വിശ്രമിച്ചത് ഇവിടെയാണെന്നാണ് വിശ്വാസം. മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപത്താണ് മണിമണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. ശബരിമലയിൽ ഐതിഹ്യപ്പെരുമയോടെ വാഴുന്ന ആരാധനാലയങ്ങളിലൊന്നാണ് മണിമണ്ഡപം. മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപത്തുള്ള മണിമണ്ഡപത്തിന്റെ സ്ഥാനത്താണ് അവതാര ലക്ഷ്യം പൂർത്തിയാക്കി ശബരിമലയിലെത്തിയപ്പോൾ അയ്യപ്പൻ ആദ്യമായി വിശ്രമിച്ചതെന്നാണ് ഐതിഹ്യം. മാളികപ്പുറം മേൽശാന്തി ES ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. അയ്യപ്പൻ വന്നിരുന്നിട്ടുള്ള സ്ഥലമാണെന്നാണ് ഐതിഹ്യം പറയുന്നത്. അവിടെ നിന്ന് പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള പ്രതിഷ്ഠയാണ് അയ്യപ്പൻ ഇപ്പുറത്ത് സ്ഥാപനമായിട്ടുള്ളതെന്നാണ്. അപ്പം അതവിടെ സ്ഥലം ഭംഗിയായി വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നും ആരാധിച്ചു പോരുന്നു. കെടാവിളക്കും തൃശൂലവുമാണ് മണിമണ്ഡപത്തിനകത്തെ പ്രതിഷ്ഠ. മണിമണ്ഡപത്തിന്റെ ചുവരുകളിൽ അയ്യപ്പ ചരിതത്തിലെ വിവിധ ഘട്ടങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഭക്തർ മണിമണ്ഡപത്തിനു ചുറ്റും ഭസ്മം വിതറിക്കൊണ്ട് പ്രദക്ഷിണം ചെയ്തു മടങ്ങുന്നു. മണിമണ്ഡപത്തിലാണ് മകരവിളക്ക് ദിനത്തിൽ ആരംഭിക്കുന്ന കളമെഴുത്തു നടക്കുക. മകരവിളക്കിന് സ്വാമി അയ്യപ്പനെ അണിയിച്ച ശേഷം തിരുവാഭരണപ്പെട്ടികൾ സൂക്ഷിക്കുന്നതും മണിമണ്ഡപത്തിലാണ്. ശബരിമലയുടെ ചരിത്രവും ഐതിഹ്യവുമായി അഭേദ്യമായ ബന്ധമാണ് ഈ മണിമണ്ഡപത്തിനുള്ളത്. അതിനാൽ അയ്യപ്പനെ കാണാനെത്തുന്ന ഓരോ തീർത്ഥാടകനും ഇവിടെയും എത്തുന്നു. സന്നിധാനത്തു നിന്നും ക്യാമറാമാൻ ബിച്ചു പോച്ചലിനൊപ്പം ജിതിൻ ചന്ദ്രൻ.